വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തയ്ക്കായിട്ട് ബുക്ക് ഓഫ് എഫേഷ്യൻസ്, എഫേസ്യ ലേഖനം ചാപ്റ്റർ 5 വേഴ്സസ് 8 and 9 ഒന്ന് വായിക്കാം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ബട്ട് നൗ യു ആർ ദ ലൈറ്റ് ഇൻ ദ ലോർഡ്. ഇപ്പോൾ നിങ്ങളെ വെളിച്ചമായിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് ടേൺ ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ ഇന്ന് പകലൊന്ന് റിയലൈസ് ചെയ്യുക. മേ ബി യു ഹാവ് ടേൺ ടു 5% അല്ലെങ്കിൽ 7%. ഒരളവ് വരെ നിങ്ങളുടെ ലൈഫിനെ ദൈവം ടേൺ ചെയ്തിരിക്കുന്നു. ആ ടേൺ ചെയ്തിരിക്കുന്നുവെന്ന് ബോധ്യമായെങ്കിൽ, ഇഫ് യു റിയലൈസ് ദാറ്റ് യുവർ ലൈഫ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ ഗോഡ്. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വെളിച്ചമായിരിക്കുന്നു. യുവർ ലൈഫ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ ഗോഡ്. അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇനിയും അങ്ങനെ ബോധ്യമുള്ളവർ ചെയ്യേണ്ടത് ഡിസേൺ ഓർ ഫൈൻഡ് വാട്ട് ഈസ് പ്ലീസിങ് ടു മൈ ലോർഡ്. എൻ്റെ ദൈവത്തിന് എന്താണ് പ്രസാദമുള്ളത്, അത് ചെയ്ത് കർത്താവിന് പ്രസാദമായി എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവിൻ. നിങ്ങളുടെ ലൈഫിനെ ടേൺ ചെയ്തതുപോലും ഇനി നിങ്ങളുടെ ലൈഫ് കർത്താവിന് പ്രസാദമുള്ളതായി തീരണം. ത്രൂ യുവർ ലൈഫ് യു ഷാൽ പ്ലീസ് ഗോഡ്. ആ വാക്കിന് നിങ്ങൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്യരുത്. ദൈവത്തെ സുഖിപ്പിക്കലല്ല സ്പിരിച്വൽ ലൈഫ്. ദൈവത്തിന് പ്രസാദം തോന്നുന്നതാണ് സ്പിരിച്വൽ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. When it happens naturally in this world, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നാച്ചുറലി സംഭവിക്കുമ്പോൾ, ആ പ്രസാദമുള്ള അനുഭവം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം, ദൈവത്തിന് പ്രസാദമായെന്നുള്ള വിഷയം നാച്ചുറലി സ്വർഗത്തിൽ നടക്കുവാനിടയായിത്തീരും. ഇന്നത്തെ സ്പിരിച്വൽ വേൾഡിന്റെ പരാജയം, ദൈവത്തിന് എന്താണ് പ്രസാദമെന്ന് they are not discerning or they are not finding out. They are leading a life according to their will. നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ ആർക്കും സ്പിരിച്വൽ ലൈഫിനെ ഡിഫൈൻ ചെയ്യുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. The word of God will define what is a real spiritual world. What is the real spiritual life? യഥാർത്ഥ ആത്മീയ ജീവിതം എന്തെന്ന് ഈ വചനത്തിന് മാത്രമേ ഡിഫൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ജീവിക്കുന്നവരായി തീരാൻ വേണ്ടിയാണ് നമ്മുടെ ലൈഫിനെ ദൈവം ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. So it's my responsibility, it's my duty to discern or find or seek what is pleasing to my Father God. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മാത്യു ചാപ്റ്റർ 3 16-17 കാണുന്നു, യേശു സ്നാനപ്പെട്ട് കയറിയ ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, മാത്യു 3:17, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. മാത്യു 17:5 17:5 ചേർത്ത് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. വിവിധ ഘട്ടങ്ങളിൽ ഇൻ ഡിഫറെന്റ് സ്റ്റേജ് വി ക്യാൻ സീ ഗോഡ് ഈസ് ടെസ്റ്റിഫൈയിങ് ഇൻ പബ്ലിക്. എന്താണ് പബ്ലിക്കിൽ ടെസ്റ്റിഫൈ ചെയ്യുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവനെ അംഗീകരിക്കുന്നു, ഞാൻ ഇവനിൽ സന്തോഷിക്കുന്നു. I approve him, I am happy about him. ഇന്ന് പകൽ എന്നെ തന്നെ ഞാൻ നോക്കണം. കർത്താവ് നോക്കുമ്പോൾ, whether he will approve me or whether he will be happy about me. എന്നെ നോക്കിയാൽ അവൻ സന്തോഷിക്കുവാനുള്ളതുണ്ടോ?
എങ്കിലേക്ക് നോക്കിയാൽ എന്നെ ഒന്ന് അപ്രൂവ് ചെയ്യുവാനുള്ളതുണ്ടോ, എന്നെ അംഗീകരിക്കുവാനുള്ളതുണ്ടോ? വചനം നമ്മെ പഠിപ്പിക്കുന്നു, സ്വർഗീയ പിതാവ് നമ്മളെ അപ്രൂവ് ചെയ്യണം, അംഗീകരിക്കണം. ആമേൻ. സന്തോഷമുളവാകുമ്പോഴാണ് ആമേൻ ദൈവത്തിന് സ്തോത്രം അപ്രൂവലും അംഗീകാരവും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി മാറണം. വി ഷാൽ പ്ലീസ് അവർ ഫാദർ ഗോഡ്. സ്തോത്രം. ഇവിടെ എല്ലാം വിളിച്ച പേരെന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രൻ. ഓർക്കണം, മകനായി തീരുമ്പോൾ, മകളായി തീരുമ്പോൾ നീ നാച്ചുറലി ദൈവത്തിന് പ്രസാദമുള്ളതേ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, നാച്ചുറലി ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുന്നവനാണ് മകനെന്ന് പറയുന്നത്. അതിനെ സ്വർഗം പബ്ലിക്കിലായി അംഗീകരിക്കുകയും ചെയ്യും. സ്തോത്രം. അങ്ങനെ ആ അംഗീകരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു when he approves and he is happy about us? Matthew chapter 12 verse 17 എന്ന് വായിക്കും. 12-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ വചനം പറയുന്നു, Behold my servant whom I have chosen, my beloved with whom my soul is well pleased. ഇതൊക്കെ ഞാൻ തെരഞ്ഞെടുത്തവനായ എൻ്റെ മകൻ. ഇന്ന് പകൽ നീ പറഞ്ഞേ, tell yourself to you, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. നിന്നെ ദൈവം തെരഞ്ഞെടുത്തു നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, നിന്നെ ഓർത്ത് ദൈവത്തിന് പ്രസാദം തോന്നണം. അങ്ങനെ പ്രസാദം തോന്നുമ്പോൾ അവിടെ പറയുന്നു, I will put my spirit upon him. സ്തോത്രം. 40 ദിവസം ഉപവസിച്ചത് കൊണ്ടോ, വലിയ സമയം പ്രാർത്ഥിച്ചത് കൊണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല സ്വർഗത്തിലെ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരുന്നത്. എപ്പോൾ ദൈവത്തിന് പ്രസാദകരമായത് നീ ചെയ്യുന്നുവോ, അപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ, all the blessings from heaven will come upon us. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെവൻലി ഗിഫ്റ്റ് നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ഇത്രയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നാൽ നിങ്ങൾ വിജയിച്ചു. എന്താണ് ഹൃദയത്തിൽ ഇരിക്കേണ്ടത്? 1, ദൈവം നിന്നെ വിളിച്ചതാ, ദൈവം നിന്നെ സെലക്ട് ചെയ്തതാ. 3, ദൈവം നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തതാ. 4, ഇനിയും നീ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യേണ്ട വ്യക്തിയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്. കർത്താവേ, എൻ്റെ ലൈഫിൽ ഐ വാണ്ട് ടു ഡു വിച്ച് ഇസ് പ്ലീസിങ് മൈ ഫാദർ ഗോഡ്. എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള കൃപ എൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കണം. ആ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 7, 18 and 19 ഒന്ന് നിങ്ങൾ വായിക്കണം. റോമാലേഖനം 7-ാം അധ്യായം 18, 19 വാക്യങ്ങളൊന്ന് വായിക്കണം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. 17 to 18, 19. സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ ഈ പകൽ റിയലൈസ് ചെയ്യണം. When someone in the world accept Jesus Christ, who accept this faith, ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ഒരിക്കലും കറപ്റ്റഡ് അല്ല. പൂർണ്ണ ഹൃദയത്തോടെ, ആദ്യ സ്നേഹത്തോടെ, എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് എല്ലാവരും ക്രിസ്തുവിൽ വരുന്നത്. 100%. പൗലോസ് പറയുന്നു, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇറങ്ങി വന്നെങ്കിലും ആ നന്മ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ.
ഞാൻ ചിന്തിക്കുന്ന നന്മയിൽ തുടങ്ങുമെങ്കിലും ചിന്തിക്കാത്ത തിന്മയിൽ അവസാനിക്കുന്ന ഒരു അവസ്ഥ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ആരും കറപ്റ്റഡ് അല്ല, നിങ്ങളെ കറപ്റ്റഡ് ആക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, ഐ വാണ്ട് ടു ബി അക്കോർഡിംഗ് ടു യുവർ വിൽ, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഐ കനോട്ട് മൂവ് ഫോർവേഡ്. ഒരു ചുവട് വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. എവിടെയോ എന്തൊക്കെയോ തടസ്സം പോലെ. ആമേൻ. ഒരു ഡിമോണിക് പവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന പകൽക്കാലം തിരിച്ചറിയണം. നിങ്ങളെ കറപ്റ്റഡ് ആക്കുകയാണ്. ഇന്ന് നമ്മൾ കറപ്റ്റഡ് എന്ന് പറയുന്ന സ്പിരിച്വൽ വേൾഡിൽ, ആമേൻ, കർത്താവ് നാമത്തിൽ ഇറങ്ങി വന്ന അവരാരും കറപ്റ്റഡ് ആകുവാൻ ഇറങ്ങി വന്നതല്ല, അവർ കറപ്റ്റഡ് ആയിപ്പെടുകയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഇഷ്ടമുള്ള ചെയ്യുവാൻ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് പകൽക്കാലം തിരിച്ചറിയുക. ആ സെയിം ചാപ്റ്റർ 7:22-23 വായിക്കുമ്പോൾ പൗലോസിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. Praise God. We are under control of two spirits. Two spirits are dealing with at the same time. ഡിവൈൻ സ്പിരിറ്റും ഡിമോണിക് സ്പിരിറ്റിനും എന്റെ ബോഡിയെ യൂസ് ചെയ്യുവാൻ കഴിയുന്നു. മേ ബി ഐ എം എ പ്രീച്ചർ, മേ ബി ഐ എം എ വെരി ഗുഡ് സ്പിരിച്വൽ മാൻ. മറ്റുള്ള മുമ്പിൽ ഞാൻ ശക്തനായ ഒരു ആത്മീയനാണ്, പക്ഷേ ഒരേ സമയം സ്പിരിച്വൽ ഹോളി സ്പിരിറ്റും ഡിമോണിക് സ്പിരിറ്റും എന്റെ ബോഡി യൂസ് ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കള്ളന്മാരല്ല, നിങ്ങൾ കറപ്റ്റഡ് അല്ല, പക്ഷേ നിങ്ങളുടെ ബോഡിയെ യൂസ് ചെയ്യുന്ന രണ്ട് പവർ ഉണ്ടെന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഡിമോണിക് പവർ, ഹി ഈസ് മേക്കിംഗ് ദ ലോവ് സിൻ ദ ഡെൽസ് ഇൻ മൈ മെമ്പേഴ്സ് മേക്ക് മീ ക്യാപ്റ്റീവ്. ഒരു അടിമത്തത്തിലേക്ക് ഈ ഡിമോണിക് പവർ എന്നെ കൊണ്ടുപോവുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഇന്ന് പകൽക്കാലം തിരിച്ചറിയ, വാസ്തവമായി നിനക്ക് കർത്താവിനെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വാസ്തവമായി ദൈവസ്ഥലിൽ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്നെ കൊണ്ടുവരാതിരിക്കുന്ന ഒരു ശക്തി, അതിനുവേണ്ടി ചുവടുവെപ്പിക്കാൻ ശക്തി നിന്നോട് പോരാടുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒരു ശബ്ദം ഉയരും. അതാണ് അടുത്ത വാക്യം. അയ്യോ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. ആരാണ് പ്രാർത്ഥിക്കുന്ന അറിയാമോ? ശക്തനായ പൗലോസ്, ദ ഗ്രേറ്റസ്റ്റ് അപ്പോസ്റ്റൽ, ലോകത്തെ കീഴ്മേൽ മറിച്ചവൻ, അത്ഭുത അടയാളങ്ങൾ ചെയ്തവൻ. അവൻ പറയുക, എനിക്കൊരു വിടുതൽ വേണം. എപ്പോഴാണെന്നറിയാമോ? ഹി റിയലൈസ് ദാറ്റ് രണ്ട് പവർ എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവേ, എനിക്ക് ആ ഡിമോണിക് പവർ എന്നെ യൂസ് ചെയ്യണ്ട. ആമേൻ. ഈ മരണത്തിന് അധീനമായ ഈ അടിമത്തമുള്ള ഈ ശക്തിയിൽ നിന്ന്, ഈ അടിമത്തമുള്ള പാപത്തിൽ നിന്ന് എന്നെ ആരൊന്ന് വിടുവിക്കും. ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം ദൈവം അയക്കാൻ പോകുന്ന ജീവിതത്തിൽ. ഇത് ഫ്രീഡത്തിന്റെ വർഷമാണ്. ഒരു സ്പിരിച്വൽ ഫ്രീഡം വന്നേ മതിയാകൂ. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ കുടുംബത്തിലേക്ക്, വ്യക്തികളിലേക്ക്, ആമേൻ, ഹോളി സ്പിരിറ്റ് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുവാൻ പോകുക. ആ മരണത്തിന് പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആർ യു റെഡി ടു റിസീവ് ദാറ്റ്? ഇന്ന് പകൽ നീ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? നിന്നോട് പറയുന്ന ഈ വചനങ്ങൾ സത്യമല്ലേ? പരസ്യമായി നീ ആത്മീയനും രഹസ്യമായ ഒരു പാപിയുമല്ലേ നീ? സ്തോത്രം. പബ്ലിക്കലി യു ആർ എ റെപ്യൂട്ടഡ് സ്പിരിച്വൽ മാൻ. പക്ഷെ രഹസ്യ ജീവിതം കാണുന്ന കർത്താവ് പറയുന്നു, നിന്റെ പേഴ്സണൽ ലൈഫാണ് കർത്താവ് പറയുന്നു, യു ആർ കറപ്റ്റഡ്, യു ആർ എ സിന്നർ. ഇന്ന് പകൽ നിനക്കൊരു വിടുതലിന് വേണ്ടി ഞാൻ എൻ്റെ വചനം അയക്കുവാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അപ്പൊ രണ്ട് പവർ. അപ്പൊ നമ്മോട് ഫൈറ്റ് ചെയ്യുന്ന ചില പവറുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
പ്രധാനം ഒത്തിരി പവറുകൾ ഉണ്ടെങ്കിൽ എന്നോട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ചില പവറുകൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സന്ദേശത്തിൽ മുഴുവൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? 7:24 എന്താണ്? അയ്യോ കർത്താവേ, ഇതെനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എന്നെ വിടുവിച്ചേ മതിയാകൂ. ഈ വചനങ്ങൾ എന്നെ പാപ മനുഷ്യരിൽ നിന്ന് വിടുവിച്ചേ മതിയാകൂ. ഐ വാണ്ട് ടു ബി ടോട്ടലി കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ് എന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കാമെങ്കിൽ, ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ കേൾക്കാമെങ്കിൽ, ഇന്ന് പകൽ വലിയ ഡെലിവറൻസ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പകരുവാൻ തക്കൊണ്ണം ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. എന്താണ് നിങ്ങളെ ഡബിൾ മൈൻഡാക്കി മാറ്റുന്നത്? എന്താണ് നിങ്ങളെ ഡബിൾ പവറിന് അടിമയാക്കി മാറ്റുന്നത്? ആമേൻ. എന്താണെന്ന് പകൽക്കാലം പരിശോധിക്കാൻ പോവുകയാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 1:10, ഒന്നാമത്തെ ശക്തി, നിങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ അനുവദിക്കാത്ത ഒന്നാമത്തെ ശക്തിയെക്കുറിച്ച് കർത്താവ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന് ഗലേഷ്യൻസ് ചാപ്റ്റർ 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പവർ, വി ആർ ട്രൈങ് ടു പ്ലീസ് മാൻ. ഈ സൊസൈറ്റിയെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മളുടെ ഫാമിലിയെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മളുടെ ഫ്രണ്ട്സിനെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. വി ആർ കോംപ്രമൈസിങ് ഫോർ മാൻ. ഇഫ് യു ആർ ട്രൈങ് ടു പ്ലീസ് മാൻ, നിനക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നീ ഇറങ്ങി തിരിച്ചു, നീ ഇരുളായിരുന്നു, നിന്നെ വെളിച്ചമാക്കി മാറ്റി. ഇന്ന് നീ റിയലൈസ് ചെയ്യുന്നു, ഐ വാണ്ട് ടു പ്ലീസ് മൈ ഫാദർ ഗോഡ്. പക്ഷേ അതിലേക്ക് നിന്നെ നയിക്കാത്തൊരു ശക്തി, ദ സൊസൈറ്റി, നീ ആയിരിക്കുന്ന സമൂഹം, നിന്റെ കുടുംബം, നീ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ, ഈ ഭൂമിയിലെ മനുഷ്യരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നീ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ മുഖാന്തരമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയുന്നില്ല. When you try to please man, you are not able to please your Father God. സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുണ്ട്. അതേസമയത്ത് നമ്മുടെ ഫ്രണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുക. അവർക്കെന്ത് തോന്നും? അവർക്കെന്നും തോന്നല നിന്റെ വിഷയം. നിന്റെ വിഷയം നിന്റെ പിതാവിനെന്ത് തോന്നും? Your first priority shall be to please God. പാപത്തിൽ കിടക്കുന്ന നിന്റെ സുഹൃത്തിനെയും വിടുവിക്കാൻ വേണ്ടിയാ ദൈവം നിന്നെ വിടുവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ വരുന്ന ഒരു നേച്ചർ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ബുക്ക് ഓഫ് എസയ്യ ചാപ്റ്റർ 1:2-3. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ വരുന്ന ഡിമോണിക് ചേഞ്ചസ്, ആ ഡിവൈൻ ചേഞ്ചസ് മാറി ഡിമോണിക് ചേഞ്ചസ് നമ്മൾ വരികയാണ്. എസയ്യ പ്രവചനം ചാപ്റ്റർ 1:2-3. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. We become rebellion, അനുസരണം കെട്ടവരായി മാറുകയാണ്. We will not obey God with our full heart. ഇവിടെ പറയുന്നു, ഞാൻ മക്കളെ പോലെ വിളിച്ചവർ, മക്കളെ പോലെ വേർതിരിച്ചവർ, അവർ അനുസരണം കെട്ട റിബലിനായി മാറുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. പ്രൈസ് ഗോഡ്. കാളയ്ക്കും കഴുതയ്ക്കും ഒന്നറിയാം. They know their masters. അവർക്കൊന്നറിയാം, we have to obey our master. ഞാൻ എൻ്റെ മാസ്റ്ററിനെ ഒബേ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആകുള്ളൂ എന്ന് കാളയ്ക്കും കഴുതയ്ക്കും അറിയാമെങ്കിലും മനുഷ്യനും ദൈവത്തിന്റെ മക്കൾക്കറിയില്ല. They become rebellion against God. അനുസരണം കെട്ടവരായി അവർ മാറുകയാണ്. നീ എന്തിനിറങ്ങി തിരിച്ചതാ? ദൈവത്തിന്റെ മകനായി, ദൈവത്തിന് പ്രസാദമുള്ളതായി ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ നീ റിബലിനായി മാറി. സ്തോത്രം. നീ പൂർണ്ണമായും ദൈവത്തെയോ വചനത്തെയോ അനുസരിക്കാത്തവനായി മാറും. മനുഷ്യർ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നീ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാത്തവനായി മാറും, വചനത്തെ അനുസരിക്കാത്തവനായി മാറും. യു വിൽ ബിക്കം റിബലിൻ അഗൈൻസ്റ്റ് ഗോഡ്. സ്തോത്രം. അത് മാത്രമല്ല, 1 Thessalonians chapter 2:4 എന്ന് വായിച്ചേ. When you try to please man, what will happen? പിശാച് വളരെ
ഓർത്തോണം, അവൻ വളരെ ടാക്ടിക്സ് ആണ് ഉപയോഗിച്ചുകൊണ്ട്. 1 Thessalonians chapter 2:4. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ആ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ആ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തുതി. അവിടെ വായിച്ച വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. അവിടെ പറയുന്നു 1 Thessalonians 2:4. ഒന്നുകൂടെ ഒന്ന് വായിച്ചെന്ന്. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ദൈവത്തിന് God want to provide, give you some heavenly responsibility. ഈ ഭൂമിയിൽ ദൈവം നിന്നെ വിളിച്ചത് തൻ്റെ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടിയാണ്, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അതൊന്ന് ഭരമേൽപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ദൈവം നിന്നെ വിളിച്ചുവെങ്കിലും ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരെ തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇവരെ ശുശ്രൂഷ ഏൽപ്പിച്ചത്? അവർ മനുഷ്യരെ പ്രസാദിപ്പിച്ചില്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചു. നീ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ വെച്ച് ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയില്ല. സ്തോത്രം. ഒന്ന് നീ റിബലിനായി മാറുന്നു, അനുസരണം കെട്ടവനായി മാറുന്നു. You will not ever, you will never obey the word of God. രണ്ടാമത്, ദൈവം നിനക്കായി കരുതി വച്ചിരുന്ന ശ്രേഷ്ഠകരമായ ശുശ്രൂഷകൾ നമ്മെ ശത്രു നിന്റെ കൈകളിൽ നിന്ന് മാറ്റിക്കളയുന്നു. ദൈവം പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന്റെ കരങ്ങളിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ആമേൻ, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയില്ല. സ്തോത്രം. കൊലോഷ്യൻസ് 3:22 വായിച്ചേ. കൊലോഷ്യൻസ് 3:22 വായിക്കുമ്പോൾ when you try to please man, what will happen? അവിടെ കാണാൻ കഴിയും 3:22. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൃഷ്ടി സേവകളാൽ, അഭിനയിച്ചുകൊണ്ടല്ല നീ സ്പിരിച്വൽ ലൈഫ് നയിക്കേണ്ടത്. ഒരു സിൻസിയർ ഹാർട്ട് ഉണ്ടായിരിക്കണം നിനക്ക്. സ്തോത്രം. നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ നീ അഭിനയിക്കുകയാണ്. യു പ്രിറ്റൻഡ് ദാറ്റ് യു ആർ എ സ്പിരിച്വൽ മാൻ. നിന്റെ ഹൃദയങ്ങളെയും അതിന്റെ ആഴങ്ങളെയും പറയുന്ന ദൈവത്തെയാണ് നീ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്ററും സഭയും നിന്നെ അക്സെപ്റ്റ് ചെയ്താലും സ്വർഗീയ പിതാവ് നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ബിക്കോസ് യു ആർ പ്രിറ്റൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. നീ അഭിനയിക്കുകയാണ് ദൃഷ്ടി സേവകളാൽ. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സിൻസിയർ ഹാർട്ടായിട്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് നീ ദൈവസന്നിധിയിൽ നീ അഭിനയിക്കുകയാണ്. പ്രൈസ് ഗോഡ്. യു ആർ പ്രിറ്റൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. യു ആർ എ റിയൽ സ്പിരിച്വൽ മാൻ. നീ അത് വ്യാജഭാവം നിന്നിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ നീ തകർന്നു പോകും. സ്തോത്രം. ദൈവം നിന്നെ മാറ്റിക്കളയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾക്ക് ദൈവത്തിന്റെ പൈതലേ, when you try to please man, നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ, അതിനായി ശത്രു നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതിരിക്കുക മാത്രമല്ല, നീ അനുസരണം കെട്ടവനായി, ദൈവത്തിന് സ്തോത്രം, ദൈവീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാത്തവനായി, ആമേൻ സ്തോത്രം, ആമേൻ, മനുഷ്യരെ കളിപ്പിക്കുന്ന, ദൈവത്തെ കളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യാജഭാവമുള്ളവനാക്കി ശത്രു നിന്നെ മാറ്റിക്കളയും. എങ്ങനെ നിനക്ക് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ കഴിയും? സ്തോത്രം. If you want to please God, you need a sincere heart. You need a natural heart. ആമേൻ സ്തോത്രം. വ്യാജഭാവമുള്ളവനെയല്ല ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. So what shall be our attitude? എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? When we are getting an opportunity to please man, take a decision. Today morning, ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്യും. I will do only what make our Father happy. What make him to please him. ഇത് ഞാൻ കൃത്യമായി പഠിക്കും. അത് മാത്രം എൻ്റെ ലൈഫിൽ ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഗലേഷ്യൻസ് ചാപ്റ്റർ 15-17, ചാപ്റ്റർ 1 15-17 അതിങ്ങനെ വായിക്കുന്നു. അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഗലേഷ്യൻസ് ചാപ്റ്റർ 1 15-17. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം
തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഗോഡ് വാസ് പ്ലീസ്ഡ് വിത്ത് മീ. എന്തിനു വേണ്ടി? എന്റെ ജനനം മുതൽ എന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ജാതികളോട് ഗോസ്പൽ അറിയിക്കുവാൻ എന്നിൽ പ്രസാദിച്ചപ്പോൾ. എനിക്ക് മനസ്സിലായി എന്റെ ദൈവം എന്നിൽ പ്രസാദിച്ചപ്പോൾ. വായിച്ചപ്പോൾ, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ, I was never connected with anyone in the world. I never seek an advice from anyone in the world. ആമേൻ. മനുഷ്യരക്തങ്ങളോട് ഞാൻ ആലോചിക്കുവാനോ, എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും. ദൈവം എന്നെ വിളിച്ചു എന്നറിഞ്ഞപ്പോൾ ദൈവവിളി ഉറപ്പിക്കുവാനായി ഉറച്ച ഞാൻ, who was convinced, ആ ഉറപ്പിൽ ഉറച്ചു നിന്നു. മറ്റൊരു ശബ്ദം കേൾക്കുവാൻ, മറ്റൊരുവനെ പ്ലീസ് ചെയ്യുവാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചില്ല. ഐ വാസ് ഓൾവേസ് ട്രൈങ് ടു പ്ലീസ് മൈ ഫാദർ ഗോഡ്. സ്തോത്രം. എന്നേറി സഭയോ ദേവദാസന്മാരോ വേണ്ടോ എന്നല്ല ഇവിടെ പറയുന്നത്. ആമേൻ. ഫസ്റ്റ് പ്രയോറിറ്റി, എന്ത് ചെയ്താൽ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നും. പ്രൈസ് ഗോഡ്. അതിന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടമാണ് ദൈവസഭ. അതിന് കൈത്താങ്ങ് തരുന്ന ഇടയനാണ് ദൈവദാസൻ എന്ന് പറയുന്നത്. സ്തോത്രം. നിങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളവരാക്കി മാറ്റുവാൻ നിങ്ങളെ ഒരുക്കുന്ന ഇടമാണ് ദൈവസഭ. അതിന് നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും കൈത്താങ്ങ് തരുക നിർത്തിയിരിക്കുന്ന ഓരോ ശരീരങ്ങളുമാണ് ദൈവദാസന്മാരും ദൈവദാസിമാരും എന്ന് പറയപ്പെടുന്നത്. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് കണ്ടെത്തി അതിനുവേണ്ടി ചുവട് വെക്കുന്നവനാണ്, ആമേൻ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവത്തിന് സന്തോഷം പകരുന്ന വ്യക്തിയെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഐ നെവർ കൺസൾട്ട് വിത്ത് എനിവൺ. വെൻ ഐ റിയലൈസ് ഗോഡ് വാസ് പ്ലീസ്ഡ് വിത്ത് മീ, ഐ ജസ്റ്റ് ഫോർവേഡ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ. അവൻ്റെ പ്ലാൻ അനുസരിച്ച്, അവൻ്റെ ഇഷ്ടമനുസരിച്ച്, എന്തിനെന്നറിയാതെ എങ്ങോട്ടെന്നറിയാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ ചുവട് വെക്കുവാൻ തുടങ്ങി. അവിടെ എല്ലാം പൗലോസിന് ദൈവം ജയം പകരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യു ആർ അണ്ടർ കൺട്രോൾ ഓഫ് 2 spirits. ഒന്ന്, യു വാണ്ട് ടു പ്ലീസ് ഗോഡ്, പക്ഷെ ഒരു ശക്തി നിന്റെ മേൽ ആഞ്ഞടിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു പവർ നിന്നോട് പറയുന്നു, നോ നോ നോ, യു ഹാവ് ടു പ്ലീസ് മാൻ. ഈ ലോകത്തുള്ളവരെ സന്തോഷിപ്പിക്കണം, അവരെ സുഖിപ്പിക്കണം, അവർക്ക് ഇഷ്ടമുള്ളത് അവരോട് ചെയ്യണം. സ്പിരിച്വൽ മാൻ ഈസ് നോട്ട് അലൗഡ് ടു ഡു ദിസ്. ഹിസ് ഓൺലി ഇന്റൻഷൻ ടു പ്ലീസ് ഗോഡ്. എന്തിനെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുമ്പോൾ നീ സ്നേഹിക്കുന്നവർ, നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ ബന്ധുക്കൾ, അവരെ കൂടെ നീ ക്രിസ്തുവിനായി നേടുകയാണ്. സ്തോത്രം. അപ്പോൾ 2 പവർ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. എ പവർ ടു പ്ലീസ് ഗോഡ്, എ പവർ ടു പ്ലീസ് മാൻ. ടുഡേ ഇസ് എ ഡേ ടു ഡിസൈഡ് ഗോഡ്. ഐ വിൽ ടേക്ക് എ ഡിസിഷൻ. ഞാൻ തീരുമാനമെടുക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയായി ഞാൻ എൻ്റെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം മാറ്റുവാൻ പോവുകയാണ്. സ്തോത്രം. രണ്ടാമതുള്ള ശക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നിന്നെ അനുവദിക്കാത്ത ശക്തി, ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുവാൻ അനുവദിക്കാത്ത രണ്ടാമത്തെ ശക്തി. ജെയിംസ്, ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാത്ത, ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യാൻ അനുവദിക്കാത്ത പവർ, ലവ് ടു ദ വേൾഡ്. ലവ് ടു ദ വേൾഡ്, ലോകസ്നേഹം. ലോകസ്നേഹത്തിന് ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ, ലവിങ് എനിത്തിങ് ഇൻ ദ വേൾഡ് മോർ ദാൻ യുവർ ഗോഡ്. ദൈവത്തെക്കാൾ അധികമായി നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് ദൈവത്തോട് ശത്രുത്വമാണ്. സ്തോത്രം. യു വിൽ ബിക്കം ദ എനിമി ഓഫ് ഗോഡ്. 2 പവറാണ് നിൽക്കുന്നത്. ചിലർ മക്കളെ അങ്ങ് സ്നേഹിക്കുക, ചിലർ സ്വത്തിനെ സ്നേഹിക്കുക, ചിലർ പലതിനെ സ്നേഹിക്കുക. ഈ ലോകമോഹങ്ങൾ കാരണം ഈ പ്രാർത്ഥന സത്യമാ, ഈ യേശു സത്യമാ, ഈ വചനം സത്യമാ, പക്ഷേ ഇതാണ് ദൈവത്തിന് പ്രസാദമെന്ന് അറിഞ്ഞിട്ടും ഇതിൽ നിന്ന് വേർപെട്ട് വരാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ
ഇന്ന് പകൽക്കാലം ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ചർച്ചിൽ വരുമ്പോൾ ആത്മീയരെ പോലെ, കൂട്ടുകാരുടെ ജഡമനുഷ്യനെ പോലെ നോ. കാരണം എന്താണ്? നീ ലോകത്തെ വിടുവാൻ നിനക്ക് കഴിയുന്നില്ല. സ്തോത്രം. പവർ ഓഫ് ദ വേൾഡ്, ലവ് ഓഫ് ദ വേൾഡ്. അബ്രഹാമോട് ഇങ്ങനെ ഒരിക്കൽ പിതാവാ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ജനസിസ് 22 ജനസിസ് 22:1-2, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന the son whom you love most. വായിച്ചേ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. നീ ദൈവത്തെക്കാൾ സ്നേഹിക്കുന്ന ഏത് ഇസ്ഹാക്ക് നിന്റെ ലൈഫിൽ ഉണ്ടെങ്കിലും റിമൂവ് ദാറ്റ് ഫ്രം യുവർ ലൈഫ്. നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ നീ തന്നെ റിമൂവ് ചെയ്യണം. സ്തോത്രം. നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ നീ തന്നെ റിമൂവ് ചെയ്യണം. യു ഷാൽ റിമൂവ് ദ ഐസക് ഇൻ യു. ദൈവത്തെക്കാൾ ഉപരിയായി നീ സ്നേഹിക്കുന്ന പലതുമുണ്ട് ഇവിടെ. ഇല്ലെങ്കിൽ ദൈവത്തെങ്കിലേക്ക് വരുവാൻ പലതും നിനക്ക് തടസ്സമായി നിൽക്കുന്ന ലോക മോഹങ്ങളുണ്ട് ഇവിടെ. സ്തോത്രം. ഈ ലോകമോഹം കൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ദ വേൾഡ്, എന്താണ് സംഭവിക്കുന്നത്? 1 John chapter 2 15-17 എന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഈ പവർ, ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഹെവൻ. നിന്നെ അറ്റാക്ക് ചെയ്യുന്ന പവർ ഇസ് ഫ്രം ദ വേൾഡ്. ഇത് പിതാവിൽ നല്ലെന്ന്. ജഡമോഹം, കൺമോഹം, ജീവന പ്രതാപം, ഞാനെന്ന ഭാവം, അമ്മ ഈ ലോകത്തിലെ എല്ലാം വാങ്ങിക്കൂട്ടണം, എല്ലാം ഏറ്റെടുക്കണം, എല്ലാം എന്റേതാകണം എന്നുള്ള മനോഭാവം ഈ ലോകത്തിൽ നിന്നുള്ളതാണ്. ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നതാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഇതെല്ലാം പോകും ദൈവമക്കളെ. ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. ഒരു പരാജയമില്ലാത്ത സ്പിരിച്വൽ ലൈഫിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുമ്പോൾ ആമേൻ, ലോകമോഹം നിന്നെ പരാജയത്തിലേക്ക് നയിക്കും. ആമേൻ. ഇവിടെ പറയുന്ന 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. And the world is passing away along with its desires, but whoever does the will of God abides forever. ആമേൻ. ആര് ദൈവേഷ്ടം ചെയ്യുവാനായിട്ട്, ലോകമോഹം വേണ്ട, എന്റെ ദൈവത്തിന് പ്രസാദമുള്ളത് മതിയെന്ന് ചിന്തിക്കുന്നുവോ, അവൻ എന്നേക്കും നിലനിൽക്കും. അവന്റെ ജീവിതത്തിൽ അവൻ പരാജയം കാണുകയില്ല. സ്തോത്രം. ശത്രു പറയുന്നത്, ഈ ലോകത്തെ സ്നേഹിച്ചു, കുറച്ച് അല്പം കുറച്ച് മതി, ഒത്തിരി വേണ്ടെന്നല്ലേ ഉള്ളൂ, കുറച്ച് മതി. പെന്തിക്കോസ്റ്റൽ വേൾഡ് എടുക്കാമെങ്കിൽ അവർ സ്വർണ്ണം ഉപേക്ഷിച്ചെന്ന് പറയുന്നു, ലോകത്തിലെ പല മോഹങ്ങൾ ഉപേക്ഷിച്ചെന്ന് പറയുന്നു. പക്ഷേ അവിടെ ലോക്കറിൽ പലരുടെയും സ്വർണം ഇരിക്കുക, ആഡംബര സാരികളും വസ്തുക്കളും ഇരിക്കുക. ആമേൻ. സ്തോത്രം. മുഖത്ത് വാരിക്കൂട്ടുന്ന ചായങ്ങൾ ഇരിക്കുക. ആമേൻ. വിവാഹങ്ങളിലേക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ആമേൻ, ലജ്ജിച്ച് തലതാഴ്ത്തും ദൈവമക്കളെ. ആമേൻ. നീ ഒരു സാക്ഷ്യമായി മുമ്പിൽ നിൽക്കേണ്ട ദൈവൈതൽ. ആമേൻ. കളറ് പൂശി ലോക മനുഷ്യരെക്കാൾ മേച്ചമായി ലോക ഇമ്പങ്ങളിൽ സ്തോത്രം ആമേൻ നിൽക്കുന്ന കല്യാണങ്ങൾ കാണുമ്പോൾ ആമേൻ വാസ്തവമായും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. സ്തോത്രം. വിവാഹത്തിന് പെണ്ണിനെ ഒരുക്കുന്നത് മനസ്സിലാക്കാം, അല്പമൊക്കെ കണ്ണടക്കിയല്ല. പക്ഷേ ആമേ, പെണ്ണിന്റെ അമ്മയോ പെണ്ണിന്റെ സഹോദരനോ സഹോദരിയോ അല്ലെ ചെറുക്കന്റെ അമ്മയോ ഇവരൊക്കെ ഒരുങ്ങുന്ന കാണും. ഇവരെല്ലാം ഈ നാമം ധരിച്ചവരാ. ഇവർ മുമ്പിൽ പോയി നിൽക്കുന്ന ദൈവനാമത്തിലാ. ഒരു മനുഷ്യൻ അവരെ നോക്കുമ്പോൾ എന്ത് സാക്ഷ്യമാണ് നിങ്ങളിൽ കാണുവാനുള്ളത്? കാരണം നിങ്ങൾ ചിലതിനെ വിട്ടു, ആമേ, ലോകത്തെ മുഴുവനായി വിട്ടില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്നും അകത്ത് മറഞ്ഞു കിടക്കുന്ന ലോകസ്നേഹം നിന്റെ സ്പിരിച്വൽ ലൈഫിനെ നശിപ്പിച്ചു കളയും. പ്രൈസ് ഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം മനുഷ്യ സൃഷ്ടിച്ചു, നല്ലതെന്ന് ദൈവം പറഞ്ഞു. പിന്നെ എന്തോന് വേണ്ടി ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? ഫോർ ഹൂം?
ഗോഡ് ഈസ് ടെല്ലിങ് യു ആർ ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്റെ ഛായയിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലും മുകളിലുമായി ഒരു സൗന്ദര്യം ഭൂമിയിലില്ല. 10,000 അത് സുന്ദരൻ എന്ന് വിളിക്കപ്പെടുന്നു. തേജോമയനായ ആത്മീയൻ. അതിൽ എന്ത് സൗന്ദര്യമാണ് ഭൂമിയിൽ നീ വരുത്തുവാൻ പോകുന്നത്? ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക. ആമേൻ. ലോകം വിട്ടുമാറുന്നില്ല. സ്തോത്രം. ലോകം വിട്ടുമാറാതിരിക്കുമ്പോൾ നീ സ്പിരിച്വൽ ലൈഫിൽ നീ പരാജയപ്പെടും. സ്തോത്രം. ഇനി അത് മാത്രമാണോ? 1 തിമോത്തി ചാപ്റ്റർ 6 9 and 10 എന്ന് വായിച്ചു. 1 തിമോത്തി 6:9-10 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 1 തിമോത്തി ചാപ്റ്റർ 6 9 and 10. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഗോഡ് ഹസ് ക്ലിയർലി ടോൾഡ്. പൗൽ പത്രോസിന്റെ പടകിൽ യേശു ഉള്ളപ്പോൾ തന്നെ പത്രോസിന്റെ കണ്ണ് കടലിലാണ്. പത്രോസിന്റെ കണ്ണ് മീനിലാണ്. പ്രാർത്ഥനയിൽ വരുമ്പോൾ തന്നെ ധനികരാകുവാനുള്ള ആഗ്രഹമാണ്. ഐ വാണ്ട് ടു ബിക്കം റിച്ച്. ഐ വാണ്ട് ടു ബിക്കം ദ മില്യനെയർ. ഈ മോഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ അത് മാത്രം ചിന്തകളുമായി നിൽക്കുന്നവർ അവർ കെണിയിലും പരീക്ഷയിലും വലിയ കഷ്ടതയിലും വീഴുമെന്നും അവർ വിശ്വാസം വിട്ട് ഓടിപ്പോകേണ്ടി വരുമെന്നും വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുമെന്നും വചനം പഠിപ്പിക്കുകയാണ്. ലോകമോഹം നിന്റെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നതിനെന്നറിയാമോ? നീ കഷ്ടതയിലൂടെ കടന്നു പോകണം, നീ ഞെരുക്കത്തിലൂടെ കടന്നു പോകണം, നീ പ്രയാസത്തോടെ കടന്നു പോകണം. ഇതെല്ലാം കടന്നു വരുമ്പോൾ നീ വിളിച്ചു പറയണം, അയ്യോ മതി, ഈ പ്രാർത്ഥനയിൽ വന്നിട്ട് എനിക്ക് കഷ്ടതയാണല്ലോ, അതുകൊണ്ട് വിശ്വാസം മതി എന്ന് പറഞ്ഞ് നീ വിശ്വാസം വിട്ടകന്ന് നീ പരാജയപ്പെട്ടവനായി, വിശ്വാസമില്ലാത്തവനായി ഭൂമിയിൽ കാണണമെന്ന് പിശാച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലവ് ഓഫ് ദ വേൾഡ്. ഇവിടെ എന്ത് നീ ഉണ്ടാക്കിയാലും ഒന്നും കൊണ്ടുപോകത്തില്ല ദൈവമക്കളെ. യു വിൽ നോട്ട് ടേക്ക് എനി സിംഗിൾ ഫിൽസ് ഫ്രം ഹിയർ. നീ ഓടിക്കൂ, നിന്റെ ആവശ്യത്തിന് നീ ഓടിക്കൂ. മോർ ദാൻ ദാറ്റ് ഗോഡ് വിൽ നെവർ പ്രൊവൈഡ്. നിനക്ക് എപ്പോഴാ തരുന്നറിയാമോ? നിന്റെ എറ്റേണൽ ലൈഫ് നഷ്ടപ്പെടുകയില്ല എന്ന് ദൈവത്തിന് ബോധ്യമുള്ളപ്പോൾ മാത്രമേ ദൈവം സമൃദ്ധിയായ നന്മ നിന്റെ ജീവിതത്തിൽ തരികയുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ വിശ്വാസം വിട്ട് ഓടിപ്പോകുന്നതിനായി മാറും. ഇതുകൂടാതെ ലൂക്ക് ചാപ്റ്റർ 4 5-8 എന്ന വേഗത്തിൽ വായിച്ചേ. എന്തിനാണ് ലോക സ്നേഹിയാക്കി നിന്നെ മാറ്റുന്നത്? ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അപ്പോൾ ഓർത്തെ, ദ പവർ ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ വേൾഡ് ആരുടെയിലിരിക്കുന്നത്? The power and glory of the world is with Satan. നീ നോക്കിക്കേ, ഈ ലോകത്തിലുള്ള സകലതും ഞാൻ നിനക്ക് തരാം, അതിന്റെ അധികാരവും മഹത്വവും എൻ്റെ രീതിക്ക് ഞാൻ നിനക്ക് തരാം. അടുത്ത വാക്യം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നീ ലോകമോഹങ്ങളുടെ ഓരോ സാധനങ്ങളും വാരിക്കൂട്ടുമ്പോൾ, ഓരോ നിന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ, നീ പോലും അറിയാതെ നീ പിശാചിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നീ പോലും അറിയാതെ പിശാചിനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ദൈവതമല്ലാത്തതായ ലോക ഇമ്പങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ പോലും അറിയാതെ പിശാചിനെ നീ ആരാധിക്കുന്നു. യു വിൽ ബിക്കം എ ഡെവിൾ വർഷിപ്പർ. ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ. ഇന്ന് പകൽ നീ ഇത് അറിയണം. ഇന്ന് പകൽ നീ അറിയണം. ലോക ഇമ്പങ്ങളിലേക്ക് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ ഒരു സാത്താനിക് വർഷിപ്പറായി മാറുകയാണ്. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ, ഇഫ് യു വർഷിപ്പ് മീ ഐ വിൽ പ്രൊവൈഡ് യു എവറിത്തിങ്. വെൻ യു ആർ പ്രൊവൈഡഡ് യു ആർ വർഷിപ്പിംഗ് സാത്താൻ. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. കണ്ണുകൾ തുറക്കണമെന്ന് പകൽക്കാലം. Let God open your eyes today morning. നിന്നെ ആ രണ്ട് ശക്തികൾ പോരാടുകയാ. ദൈവത്തിനോട് ഇറങ്ങിത്തിരിച്ച പ്രസാദമുള്ള ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലേ, ലോകമോഹങ്ങൾ കൊണ്ട് അവൻ നിന്നെ മൂടി മറയ്ക്കുകയാ. നീ എന്താ പറയണ്ടെന്നറിയാമോ? 1 തിമോത്തി ചാപ്റ്റർ 6:8. നിന്റെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നീ പറയണം.
1 Timothy chapter 6, 8 ഒന്ന് വായിച്ചേ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ഉണ്ണാൻ ഉടുപ്പാനോട് നിൽക്കട്ടെ, എപ്പോഴെങ്കിലും നീ ഒന്ന് മതി എന്ന് പറഞ്ഞേ. ഇനഫ് ലോഡ്, ഇനഫ് ലോഡ്. ആരാ പറയുന്നത്? ആരാ ഇവിടെ പറയുന്നത് ഇനഫ് ലോഡ് എന്ന്? Nobody is ready to say enough Lord. മതി എന്ന് പറയാൻ ആർക്കും മനസ്സില്ല. പോരട്ടെ 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 എന്ന് പറയുക. നീ മതി എന്ന് പറയുമ്പോൾ നിന്റെ അകത്തുനിന്ന് ലോകം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ നിന്നെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തെ നീ കാണാൻ പോകുക. ദൈവത്തിന്റെ സ്തോത്രം. ഇറ്റ് ഈസ് ഇനഫ് ലോഡ്. ഐ ഹാവ് എവറിത്തിങ് ഇൻ മൈ ലൈഫ്. ഉടുക്കുവാനുണ്ട്, ഉണ്ണുവാനുണ്ട്. ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് നീ പറയുമ്പോൾ ലോകം നിന്റെ പുറത്ത് വന്നിരിക്കുക. നത്തിങ് ഇൻ ദ വേൾഡ് വിൽ നോട്ട് മാനിപ്പുലേറ്റ് യുവർ സ്പിരിച്വൽ ലൈഫ്. കാരണം യു ആർ ഓൾറെഡി സാറ്റിസ്ഫൈഡ്. യു ആർ ഓൾറെഡി സാറ്റിസ്ഫൈഡ്. നമ്മളങ്ങനെ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. സ്തോത്രം. സൈക്കിളുള്ളവൻ പ്രാർത്ഥിക്കും, കർത്താവ് ബൈക്ക് വേണം. ബൈക്കുള്ളവൻ പ്രാർത്ഥി, കർത്താവെ കാറ് വേണം. കാറുള്ളവൻ പറയും, കർത്താവെ 7 സീറ്റർ വേണം. 7 സീറ്റർ വിളിച്ച് പറയും, എനിക്ക് റേഞ്ച് റോവർ വേണം. റേഞ്ച് റോവർ മാറിയിട്ട് അവൻ പറയും, എനിക്ക് വിമാനം വേണം. വിമാനം കഴിയുമ്പോൾ പറയും കപ്പൽ വേണം. അവൻ സാറ്റിസ്ഫൈഡ് അല്ല. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷേ ഒരു ആത്മീയം പറയണം, എനിക്ക് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുവാൻ വേണ്ടി പറയണം, ഐ ആം സാറ്റിസ്ഫൈഡ് ലോർഡ്. എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയില്ലേ, ഐ ആം സാറ്റിസ്ഫൈഡ്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ ശക്തിയാണ് സ്തോത്രം, ലോകമോഹം. ഇത് ദൈവത്തിന് ചേർന്നതല്ല. നിന്റെ ബുദ്ധിയോട് പോരാടുന്നൊരു പ്രമാണം, നിന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യാതിരിക്കുന്ന ഒരു പ്രമാണം, ഒരു പവർ നിന്നോട് യുദ്ധം ചെയ്യുകയാണ്. മൂന്നാമത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ വേഗത്തിൽ. ഹീബ്രൂസ് ചാപ്റ്റർ 12 verses 1. മൂന്നാമത്തെ ശക്തി സ്തോത്രം. ഹീബ്രൂസ് 12 verses 1 എന്ന് വായിച്ച്. ഇബ്രായ ലേഖനം 12-1 വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. മുറുകെ പറ്റുന്ന പാപം, ആ വാക്കാണ് കർത്താവിനോട് പറഞ്ഞത്. ദ ലവ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത പാപങ്ങളാ. മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ നിനക്ക് ഉപേക്ഷിക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷേ നിന്നെ വിട്ടുപോകാത്ത ചില പാപങ്ങൾ. യു നോ ദാറ്റ് ഇറ്റ്സ് എ സിൻ. നീ അത് ചെയ്യുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ, കാണണ്ടാത്തത് കാണുമ്പോൾ, കേൾക്കണ്ടാത്തത് കേൾക്കുമ്പോൾ, ചെയ്യേണ്ടാത്തത് ചെയ്യുമ്പോൾ, യു നോ യു ആർ ഡൂയിങ് എ സിൻ. നീ അറിയുന്ന ഒരു പാപമാണ്, പക്ഷേ നീ പ്രാർത്ഥിച്ചിട്ടത് മാറിപ്പോകാത്ത അനുഭവങ്ങൾ. മുറുകെ പറ്റുന്ന സിൻ വിച്ച് ഇസ് ഓൾവേസ് ക്ലോസ് ടു യു, വിച്ച് ഇസ് ഫോളോയിങ് യു. നിന്നോട് ചേർന്ന് നിൽക്കുന്ന, നിന്നെ വിട്ടു പിരിയാത്ത ചില പാപ സ്വഭാവങ്ങൾ. പുറപ്പാട് പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 15:9 വായിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് ജനം പുറത്തിറങ്ങി വരികയാണ് ഈജിപ്തിലേക്ക്. ചെങ്കടൽ അവർ കടന്നു പോകുമ്പോൾ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ പാടുന്ന ഒരു പാട്ടിൽ ഇങ്ങനെ പാടുന്നു. 15:9 എക്സോഡസ് 15:9 എന്ന് വായിച്ചേ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. I will pursue, I will overtake, I will divide the spoil, and my desire shall have its fill of them. I will draw my sword, and my hand shall destroy them. നിന്നെ പിന്തുടരുന്ന ചില ശക്തികളുണ്ട്. ചില പാരമ്പര്യങ്ങൾ പിന്തുടരുന്നു, ചില പാപ സ്വഭാവങ്ങൾ പിന്തുടരുന്നു. വിട്ടുകളഞ്ഞ് പുറത്തു വന്നിട്ടും നിനക്ക് വിട്ടു പിരിയാൻ കഴിയാത്ത ചില നിന്നെ പിന്തുടരുന്നു. നീ പകൽക്കാലം മനസ്സിലാക്കണം. നിനക്ക് ഇഷ്ടമില്ലായിരുന്നിട്ടും ഇഷ്ടമുണ്ടായിട്ടും പിന്തുടരുന്ന ചില ശക്തികളുണ്ടെന്ന് പകൽക്കാലം മനസ്സിലാക്കണം. സ്തോത്രം. ഒരു എക്സാമ്പിൾസ് വേഗത്തിൽ വായിച്ച് കേൾപ്പിക്കാം. വേഗത്തിൽ വായിച്ച് എക്സോഡസ് 16:2-3 എന്ന് വായിച്ചേ. ഓരോ സമയം വരുമ്പോൾ ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകുവണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. മതി, ഞങ്ങള് പുറപ്പെട്ട് വന്നിട്ടും ഇപ്പൊ പറഞ്ഞെന്താ, മിസ്രയീമിൽ ഞങ്ങൾക്ക് ഇറച്ചിക്കലം ഉണ്ടായിരുന്നു. 14 10-11 എക്സോഡസ് 14:10-11 വായിച്ചേ. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി
മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഞങ്ങൾക്ക് നല്ല കോട്ട കുടുംബക്കല്ലറ ഇട്ടിട്ടാ ഞങ്ങൾ വന്നത്. കുടുംബക്കല്ലറ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ചിന്ത ഇപ്പോഴും അവിടെയാ. ഇറങ്ങി വന്നിട്ടും അത്ഭുതം കണ്ടിട്ടും ചിന്ത ഇപ്പോഴും കുടുംബക്കല്ലറയിലാ. സ്തോത്രം. മുറുകപ്പറ്റിനെ പിന്തുടരുന്നതിലെ ശക്തികൾ. സ്തോത്രം. സംഖ്യാപുസ്തകം ബുക്ക് ഓഫ് നമ്പേഴ്സ് 11:4-6 നിങ്ങളത് വേഗത്തിൽ വായിച്ചങ്ങ് വിടുകയാണ്. 11:4-6. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മഞ്ഞയല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. മിസ്രൈമിൽ എന്തെല്ലാം ഉണ്ട്? വാട്ട് ഓൾ തിങ്സ് വി ഹാവ് അവൈൽഡ് ഇൻ ഈജിപ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ഐ കേം ഔട്ട് ഫ്രം ഈജിപ്റ്റ്. പക്ഷെ ഇന്നും ചില പാരമ്പര്യങ്ങൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ചില പാപങ്ങൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഈ ചിന്തകൾ മുഖാന്തരമായി ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ കഴിയുന്നില്ല. സ്തോത്രം. മുറുകെ പറ്റുന്ന പാപങ്ങൾ, the sin that clings closely to your life, അടുത്ത് നിൽക്കുന്ന, നിന്നെ വിട്ടു പിരിയാതിരിക്കുന്ന, നിന്നെ പിന്തുടരുന്ന. എന്തുകൊണ്ടാണ് പിന്തുടരുന്നത്? ഇപ്പോഴും ശത്രു പറയുക, enemy still saying, I have a hope. ഞാൻ പിന്തുടരും. ഐ വിൽ ഫോളോ. ഐ ആം ഷുവർ. ഞാൻ അവനെ എൻ്റെ വാളുകൊണ്ട് ഐ വിൽ ടേക്ക് മൈ സോഡ് ആൻഡ് ഐ വിൽ ഡിസ്ട്രോയ് ദം. ഇപ്പോഴും എനിക്ക് അവസരമുണ്ട്. ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. കാരണം പലതും അവർ വിട്ടിട്ടില്ല. പലതും അവരെ പിന്തുടരുവാൻ അവർ അനുവദിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് അവരത് മാറ്റിക്കളഞ്ഞിട്ടില്ല. മുറുകെ പറ്റിയിരിക്കുക. സ്തോത്രം. പ്രൈസ് ഗോഡ്. പൗലോസ് ഒരിക്കൽ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഒരു ശൂലം എനിക്ക് ഇവിടെ ഇരിക്കുന്നു, ആ ശൂലം ഒന്ന് മാറ്റിത്തരണമേ. അപ്പോൾ 2 Corinthians 12:12 തോന്നുന്നു പറയുന്നു, 9 വായിക്കുന്നു, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. കർത്താവ് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം നീ ഇങ്ങനെ പറ. വായിച്ച് 2 Corinthians 12:9. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു. ആ കൃപയിൽ ശക്തിയുണ്ട്. അത് നിന്നെ തികഞ്ഞവനാക്കി മാറ്റുന്നു. മുറുകെ പറ്റുന്ന പാപത്തെ, നിന്റെ ബലഹീനതയെ, പിന്തുടരുന്ന പാപത്തെ ജയിച്ചടക്കാനുള്ള കൃപ എൻ്റെ കൃപയിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. എൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. എന്താ എൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവത്തിന് മഹത്വം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നീ പറയണം, ആമേൻ കർത്താവേ, ആമേൻ, മിസ്രൈമിൽ നിറങ്ങിയ വിട്ടതിനെ എന്നെ പിന്തുടരാൻ അനുവദിക്കരുത്. ഞാൻ ഉപേക്ഷിച്ചതിനെ, പാരമ്പര്യങ്ങളെ, ആമേൻ, എന്നെ പിന്തുടരാൻ അനുവദിക്കരുത്. നിന്റെ കൃപ അതെനിക്ക് മതി. സ്തോത്രം. യുവർ ഗ്രേസ് ഷാൽ sufficient for me. സ്തോത്രം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് യെശയ്യാ പറയുന്നത്, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായാലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. സ്തോത്രം. എത്ര ഡേർട്ടി ആയിക്കൊള്ളട്ടെ, എത്ര ഡീപ്പ് സിൻ ആയിക്കൊള്ളട്ടെ, എത്ര നാൾ പഴക്കമുള്ളതായിക്കൊള്ളട്ടെ, ആമേ, കടും ചുവപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ, ലൈക്ക് വൈറ്റ് ലൈക്ക് സ്നോ. യെശയ്യാ 1:18 അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഹിമം പോലെ അത് വെളുപ്പിക്കും. നീ, ആമേൻ, ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. നിന്നെ പിന്തുടരുന്ന ശക്തികൾ നിന്റെ മേൽ ജയിക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. നീ, ആമേൻ, ആമേൻ, എത്ര വലിയ പാപമാണെങ്കിലും, എത്ര വലിയതാണെങ്കിലും, പുറത്ത് രഹസ്യ പാപങ്ങളാണെങ്കിലും, അതിൽ നിന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം നിനക്ക് മോചനം നൽകി തരും. സ്തോത്രം. പക്ഷെ നീ എന്ത് ചെയ്യണം എന്നറിയാമോ? 1 John 1:9 എന്ന് വായിച്ച്. 1 John 1:9. എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും ഈ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കൺഫസ് യുവർ സിൻസ്. തുറന്ന് നീ കൺഫസ് ചെയ്യണം. നെവർ എവർ ട്രൈ ടു ജസ്റ്റിഫൈ യുവർ സിൻ. നീ പറയണ, കർത്താവെ, കണ്ടുപോയി, കേട്ടുപോയി, പറഞ്ഞുപോയി, ചെയ്തുപോയി, ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു പറയുമ്പോൾ അവൻ വായിച്ചു, അവൻ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും, സകല അനീതിയും പോക്കും, നമ്മെ
വിശുദ്ധിയിലേക്ക് നയിക്കും. അതിനവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാകുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം 2 പവറുകൾ നിന്നോട് ഫൈറ്റ് ചെയ്യുന്നു. ഗോഡ് കോൾഡ് യു, സെലക്ടഡ് യു ടു ഡു വാട്ട് ഈസ് പ്ലീസിങ് ഫോർ ഗോഡ്. ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യാൻ ആഗ്രഹത്തോടെ ദൈവം നിന്നെ വിളിച്ചുവെങ്കിലും ആമേൻ അത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അനുഭവം 2 പവർ എന്നെ റൂൾ ചെയ്യുന്നു. ഒരു പ്രാർത്ഥന ഉയരുന്നു. ഗോഡ് ഹെൽപ്പ് മീ ടു കം ഔട്ട് ഫ്രം ദിസ്. ഐ നീഡ് എ ഡെലിവറൻസ് ഫ്രം ദിസ്. ഈ ഡബിൾ മൈൻഡഡിൽ നിന്ന് മാറ്റണമേ, ഡബിൾ സ്പിരിറ്റിൽ നിന്ന് മാറ്റണമേ. ഐ വാണ്ട് ടു ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് സിംഗിൾ സ്പിരിറ്റ്, ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിനെ ആക്കി തീർക്കണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തീരുമാനമെടുക്കണം. ഐ വിൽ നെവർ ട്രൈ ടു പ്ലീസ് മാൻ. മനുഷ്യരെ ഞാൻ പ്രസാദിപ്പിക്കുകയില്ല. ഐ വിൽ നോട്ട് ലവ് എനിത്തിങ് in the world more than my father God. എൻ്റെ പിതാവ് ദൈവത്തെക്കാൾ ഉപരിയായി ലോകത്തിൽ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല. 3, എന്തു വലിയ പാപം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഒന്നുപോലും മറച്ചു വെക്കാതെ എൻ്റെ അപ്പനോട് ഞാൻ പറയും. സ്തോത്രം. നീ ഇത് 3 ചെയ്യാമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, യു വിൽ ബി ഡെലിവേർഡ് ഫ്രം ദ ഡബിൾ മൈൻഡഡ് സ്പിരിറ്റ്. നീ ഏകാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശക്തനായ ഒരു ദൈവ പൈതലായി ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ മാറ്റും. നിന്നെ നോക്കി ദൈവം വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരും